ഹലോ, ഗുഡ് ഈവനിങ്. ഇപ്പൊ കേട്ടിട്ട് ആൻസർ കീ ഇപ്പോൾ നടന്ന എക്സാമിന്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാൻ തുടങ്ങാം. മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. സെറ്റ് എയുടെ ചോദ്യ പേപ്പറിലെ ശരിയുത്തരങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് സാധാരണ പാറ്റേണിൽ ഉണ്ടാവാറുള്ളത് പോലെ തന്നെ ഒരു ഗദ്യഭാഗമാണ് തന്നിട്ടുള്ളത്. 91 മുതൽ 95 വരെയുള്ള ചോദ്യങ്ങൾ ആ ഗദ്യഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യം നമുക്കതൊന്ന് വായിക്കാം. ഇപ്പോ ഒറ്റ നോട്ട് തന്നെ മനസ്സിലാവുന്നത് കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗദ്യഭാഗമാണ്. അപ്പൊ കഥകളി പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യം ആയതുകൊണ്ട് അതല്ലാതെ തന്നെ നമ്മൾ കഥകളിയെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി പറ്റും. എങ്കിലും നമുക്ക് ആ ഒരു ഗദ്യഭാഗം വായിച്ചു നോക്കാം. വേഷവിധാനത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രീതിയാണ് കഥകളിയിലുള്ളത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ കഥകളി വേഷങ്ങൾ തിരിച്ചിരിക്കുന്നു. പച്ച സത്വഗുണപ്രധാനം, കത്തി രജോ ഗുണപ്രധാനം, കരി, താടി എന്നിവ തമോ ഗുണപ്രധാനം. ഓരോ ഗുണത്തിനും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെല്ലാം വേഷത്തിലും സ്വഭാവത്തിലും ഒരുപോലെ ഇരിക്കും. അവർക്ക് വ്യക്തിത്വം ഉണ്ടാവില്ല. അച്ചിൽ വാർത്തെടുത്ത ടൈപ്പ് കഥാപാത്രങ്ങൾ എന്ന് പറയാം. എന്നാൽ നളചരിതത്തിൽ കഥാപാത്രങ്ങൾക്ക് വ്യക്തിത്വം നൽകി അവതരിപ്പിച്ചിരിക്കുന്നു. അവിടെ കഥാപാത്രങ്ങൾ അച്ചിൽ വാർത്തവരോ ടൈപ്പുകളോ അല്ല, വ്യക്തി സ്വഭാവ വൈചിത്ര്യമുള്ളവരാണ്. നളൻ, ദമയന്തി തുടങ്ങിയ മുഖ്യ കഥാപാത്രങ്ങളെ പോലെ തന്നെ കലി, പുഷ്കരൻ, കാട്ടാളൻ, ഋതുപർണൻ, ഭീമരാജാവ്, സുദേവ ബ്രാഹ്മണൻ തുടങ്ങിയ കഥാപാത്രങ്ങളെയും ഉണ്ണായി വാര്യർ വ്യക്തിത്വം നൽകി മനുഷ്യ കഥാപാത്രങ്ങളായി പരിവർത്തനപ്പെടുത്തിയിരിക്കുന്നു. കാവ്യം എന്ന നിലയിൽ നളചരിതത്തിന് ഉയർന്ന ഒരു സ്ഥാനമാണുള്ളത്. കവിതയെക്കുറിച്ചുള്ള ഉണ്ണായി വാര്യരുടെ സങ്കല്പം 1-ാം ദിവസത്തെ കഥയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അർത്ഥഗാംഭീര്യം, അമൃത് പോലുള്ള പദങ്ങളുടെ സൗകുമാര്യം, യമകം, അനുപ്രാസം, ഉപമ തുടങ്ങിയ അലങ്കാരങ്ങളുടെ സ്വാഭാവികത ഇതെല്ലാം ഒത്തുചേർന്ന ഗദ്യപദ്യങ്ങളാണ് നല്ല കവിത. ഉണ്ണായി വാര്യരുടെ കവിതാ നിർവചനത്തിന് സർവ്വതാ യോജിക്കുന്ന കവിതയാണ് നളചരിതത്തിൽ എവിടെയും കാണുന്നത്. അപ്പോൾ കഥകളിയെ കുറിച്ചും അതേപോലെ തന്നെ നളചരിതത്തെ കുറിച്ചുമുള്ള ഒരു ഗദ്യഭാഗമാണ് തന്നിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആട്ടക്കഥകളിൽ നളചരിതം ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതിന്റെ കാരണങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ആണ്. സ്വാഭാവികതയുള്ള അലങ്കാര പ്രയോഗങ്ങൾ, അർത്ഥഗാംഭീര്യം, സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രങ്ങൾ, പദങ്ങളുടെ സൗകുമാര്യം. ഇത് 4 ആണ് ഓപ്ഷൻ ആയി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം കഥകളിയുടെ പൊതുവായിട്ടുള്ള സവിശേഷതകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ള ഒന്നാണ്, പ്രത്യേകിച്ച് വ്യക്തിത്വം ഒന്നും നമുക്ക് കഥകളിയിലെ കഥാപാത്രങ്ങളിൽ അവകാശപ്പെടാൻ വേണ്ടി പറ്റില്ല. പൊതുവെ എന്താണ്, അച്ചിൽ വാർത്തെടുത്ത പോലുള്ള കഥാപാത്രങ്ങളാണ് ഉണ്ടാവാറ്. അതാണ് അച്ചിൽ വാർത്തെടുത്ത ടൈപ്പ് കഥാപാത്രങ്ങളാണ് എന്ന് പറയാം. എന്നാൽ നളചരിതത്തിൽ കഥാപാത്രങ്ങൾക്ക് വ്യക്തിത്വം നൽകി അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഈ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അച്ചിൽ വാർത്തത് അല്ലെങ്കിൽ ഒരേ മാതൃകയിലുള്ള കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. നളചരിതത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു ഗദ്യഭാഗത്തിൽ ഊന്നി പറയുന്നുണ്ട്. അപ്പൊ മറ്റു 3 നളചരിതത്തിന് യോജിച്ചതാണെങ്കിലും ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇതിന് യോജിക്കാത്ത ഒന്നാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോ 92ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കഥകളിൽ കഥാപാത്രങ്ങളുടെ വേഷം നിശ്ചയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കഥാപാത്രങ്ങളുടെ മനോഗുണം അനുസരിച്ച്. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 93 ആണ്. കഥകളിയിലെ രജോ ഗുണപ്രധാനമായ വേഷം ഏത്? ഇത് ഗദ്യഭാഗത്തിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ കത്തി പച്ച സത്വഗുണപ്രധാനമാണ്, കത്തി രജോ ഗുണപ്രധാനമാണ്, കരി, താടി എന്നിവ തമോ ഗുണപ്രധാനം. ഓരോ ഗുണത്തിന് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെല്ലാം വേഷത്തിലും സ്വഭാവത്തിലും ഒരുപോലെ ആയിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ബി ആണ് രജോ ഗുണപ്രധാനമായിട്ടുള്ള വേഷം എന്ന് പറയുന്നത്. അടുത്തത് കവിതയുടെ ഏത് ഗുണത്തെയാണ് അമൃതിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? അപ്പൊ അത് അർത്ഥഗാംഭീര്യത്തെയാണോ, നാടകീയതയാണോ, അലങ്കാരങ്ങളുടെ സ്വാഭാവികതയാണോ, പദസൗകുമാര്യത്തെയാണോ? അപ്പൊ അതിലും നമ്മൾ ഗദ്യഭാഗത്തിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അതിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് ഇതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് അമൃത് പോലുള്ള പദങ്ങളുടെ സൗകുമാര്യം എന്നുള്ളത്. അപ്പൊ പദങ്ങളുടെ സൗകുമാര്യത്തെയാണ് അവിടെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്, സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നളചരിതത്തിലെ കഥാപാത്ര സൃഷ്ടിയുടെ പ്രധാന സവിശേഷത എന്താണ്? അച്ചിൽ വാർത്ത പോലെയുള്ള കഥാപാത്രങ്ങൾ, വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ, ഉപകഥാപാത്രങ്ങൾക്ക് അമിത പ്രാധാന്യം, സാധാരണ കഥകളി വേഷങ്ങളെ പോലെ തന്നെയുള്ള കഥാപാത്രങ്ങൾ. അപ്പൊ അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളാണ്, അച്ചിൽ വാർത്ത പോലെയുള്ള കഥാപാത്രങ്ങളല്ല എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഓപ്ഷൻ ബി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ 5 ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. നെക്സ്റ്റ്
ചുവടെ കൊടുത്തിരിക്കുന്ന പദ്യഭാഗം വായിച്ച് 96 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം. അപ്പൊ ഒരു ഗദ്യഭാഗം കഴിഞ്ഞു. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഒരു പദ്യഭാഗമാണ്. അത് വായിക്കാം. കടൽ പക്കിൽ അടിഞ്ഞു കിടക്കുന്നു കരൽ കക്കുമാറോരോ കവടികൾ, ജലജീവികൾ തൻ കുടിപ്പാർപ്പുകൾ, അലമാലകൾ തൻ കളിക്കോപ്പുകൾ, പുലർകാല സൗന്ദര്യ പകർപ്പുകൾ, മലർമാതിന്റെ കൂടപ്പിറപ്പുകൾ, മയമുള്ളൊരു ശുക്തിക്കകത്തിത മഴവില്ലുണ്ട് ഉറങ്ങിക്കിടക്കുന്നു. പല ശംഖങ്ങൾ താവും വെളുപ്പിനാൽ പകലും പൂനിലാവ് പൊഴിക്കുന്നു. ഒരു ചിപ്പി വിണ്ണീലിമ വാങ്ങി തൻ ചെറുചെപ്പിൽ ഒതുക്കിയിരിക്കുന്നു. ചെറുപോള പോലുള്ള ചിലതിന്റെ കരവേല ഇതെത്ര മനോഹരം. മയനും കൂടി വിസ്മയം തോന്നും ഈ മണിശില്പങ്ങൾ ഓരോന്നും കാണുമ്പോൾ. വിഷയക്കടൽ വീജിയിൽ ക്രീഡിക്കും വികൃതങ്ങളാം ജീവികളായ നാം വിലയിപ്പതിൻ മുമ്പിൽ ഇതേവിധം ചില ശുക്തികൾ നിർമ്മിച്ചു വെക്കുക. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കവിതാഭാഗമാണ്. പദ്യഭാഗം വളരെ എളുപ്പമായിരുന്നു, കാരണം ലളിതമായിട്ടുള്ളതാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. പദ്യഭാഗം കമ്പയർ ചെയ്യുന്ന ഗദ്യമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടഫായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെയാ വന്നിട്ടുള്ളത് നോക്കാം. വിഷയക്കടൽ വീജിയിൽ ക്രീഡിക്കും ഈ വരികളുടെ ചമത്കാരം ഏത്? അപ്പൊ അലങ്കാരത്തെ കുറിച്ചുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ 4 ടൈപ്പ് അലങ്കാരങ്ങളും അറിയുകയാണെങ്കിൽ മാത്രം, 4 ഓപ്ഷൻ അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ആ 4 അലങ്കാരം എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇതിന്റെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഉപമ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്നിനെ പോലെ എന്ന് പറഞ്ഞ് സാദൃശ്യപ്പെടുത്തുന്നതിനെയാണ് ഉപമ എന്ന് പറഞ്ഞത്. ഉൾപ്രേക്ഷ എന്ന് പറഞ്ഞാൽ ഒന്ന് കാണുന്ന സമയത്ത് ഇത് താനല്ലോ അല്ലേ അത് എന്ന് ശങ്ക തോന്നുന്നതിനെയാണ് ഉൾപ്രേക്ഷ എന്ന് പറയുന്നത്. രൂപകം എന്ന് പറയുന്നത് വർണ്യമാം ഒന്നിനെ അവർണ്യാവർണ്യങ്ങൾക്ക് അഭേദം ചൊല്ലുക, അതായത് അവർണ്യവും വർണ്യവും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ് ആ വരികൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് നോക്കാം. വിഷയക്കടൽ വീജിയിൽ ക്രീഡിക്കും. അപ്പൊ ആകെ എവിടെയാണ് ഈ ഗദ്യത്തിനകത്ത് നോക്കുകയാണെങ്കിൽ അവസാനത്തെ ആ 4 ലൈനിൽ അവസാനത്തെ 4 ലൈനിൽ ആദ്യത്തെ 2 വരിയാണ്. വിഷയക്കടൽ വീജിയിൽ ക്രീഡിക്കും വികൃതങ്ങളാം ജീവികളായ നാം എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു സാദൃശ്യപ്പെടുത്തലല്ല, അത് തന്നെയാണ് ഇത് എന്നുള്ള രീതിയിൽ അവർണ്യവും വർണ്യവും ഒന്ന് തന്നെയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് രൂപകത്തിന്റെ ലക്ഷണമാണത്. അപ്പൊ രൂപകം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, കാരണം അലങ്കാരം കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ അത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തത് പകലും പൂനിലാവ് പൊഴിക്കുന്ന ശംഖുകൾ കവി സൂചിപ്പിക്കുന്നത്. ഇത് പദ്യത്തിനകത്ത് തന്നിട്ടുള്ള ഒരു വരിയാണ്. അപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശംഖിന്റെ അവർണ്ണനീയമായ വെണ്മ, ശംഖ് പകൽ പോലെ വെട്ടിത്തിളങ്ങുന്നു. പൂനിലാവാണ് ശംഖിന്റെ ശോഭയ്ക്ക് കാരണം. പൂനിലാവിലാണ് ശംഖ് കാണാൻ ഏറ്റവും ഭംഗി. അപ്പൊ ഇതൊന്നും അല്ല എന്നുള്ള മനസ്സിലാവും. ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ്. കാരണം പകൽ നേരത്ത് പോലും പൂനിലാവ് പൊഴിക്കുന്ന ശംഖുകൾ എന്ന് പറഞ്ഞാൽ പകൽ നേരത്ത് സാധാരണ അതിന്റെ വെളിച്ചം കൊണ്ട് ശംഖ് കാണാതെ പോകണ്ടാണ്. പക്ഷെ ശംഖിന്റെ ആ ഒരു അവർണ്ണനീയം വർണ്ണിക്കാൻ സാധിക്കാത്ത അത്രയുമുള്ള വെണ്മ കാരണമാണ് അത് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് 98ാമത്തെ ചോദ്യമാണ്. മനോഹരമായ കവിടികൾ കാണുമ്പോൾ ആർക്കു പോലും വിസ്മയം തോന്നുമെന്നാണ് കവി പറയുന്നത്. അപ്പൊ അതെവിടെയാണ് അതിനെക്കുറിച്ച് പദ്യത്തിനകത്ത് പറയുന്നത് നോക്കുകയാണെങ്കിൽ, അപ്പൊ അതിനകത്ത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ലാസ്റ്റത്തെ 6 വരികളുണ്ട്. അപ്പൊ ആ 6 വരികളില് ആദ്യത്തെ 2 വരി, മയനും കൂടി വിസ്മയം തോന്നും ഈ മണിശില്പങ്ങൾ ഓരോന്ന് കാണുമ്പോൾ. അപ്പൊ മയന് പോലും വിസ്മയം തോന്നും. മയൻ എന്ന് പറയുന്നത് സൃഷ്ടികളൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലും വിസ്മയം തോന്നുന്ന രീതിയിലാണ് എന്നുള്ളത് പദ്യത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കാം. കരൽ കക്കുമാർ ഓരോ കവിടികൾ. അപ്പൊ ഇവിടെ കരൽ കക്കും എന്ന് പറയുന്നത് അടിവര ഇട്ടിട്ടുണ്ട്. അതിന്റെ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൃദയം കവരുന്ന, മനം പിരട്ടുന്ന, നഷ്ടബോധം ഉണർത്തുന്ന, ആത്മനിന്ദ തോന്നിപ്പിക്കുന്ന. അപ്പൊ കരൽ കക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കവർന്ന അല്ലെങ്കിൽ കവരുന്ന എന്ന അർത്ഥത്തിലാണ് പദ്യത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, വികൃതങ്ങളാം ജീവികൾ എന്ന് കവി വിളിച്ചത് മനുഷ്യരെ തന്നെയാണ്. മനുഷ്യരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് നല്ല എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കേൾപ്പില്ലാതായവർക്കൊപ്പുണ്ടായി മേവുകിൽ കേൾപ്പരേ വെന്നിടാം എന്നേയുള്ളൂ. ഈ വരികളുടെ ആശയത്തിന് സമാനമായ ആശയമുള്ള പഴഞ്ചൊല്ലേത്? അപ്പൊ എന്താ പറയുന്നത്? കേൾപ്പില്ലാത്ത ആളുകൾ, അതായത് അധികം കഴിവില്ലാത്ത ആളുകൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ കേൾപ്പരെ പോലും, കഴിവുള്ള ആളുകളെ പോലും വെന്നു എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനൊത്ത ഒരു പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് ഒത്തുപിടിച്ചാൽ മലയും നീങ്ങും എന്നുള്ളതാണ്. ഒട്ടുമണ്ണ് ചുമരാകുമോ, ഒത്തത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും, അരിയെറിഞ്ഞാൽ 1000 കാക്ക. ഇതൊന്നും ഈ ഒരു തന്നിട്ടുള്ള വരികളോട് യോജിച്ച് നിൽക്കുന്ന ആശയമല്ല. ഈ തന്നിട്ടുള്ള വരിയിനോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന ആശയം എന്ന് പറയുന്നത് ഒത്തുപിടിച്ചാൽ മലയും നീങ്ങും എന്ന് പറയുന്ന പഴഞ്ചൊല്ലിൻ്റെതാണ്. ഓപ്ഷൻ ബി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, കവിത ചൊല്ലുന്നതിനൊപ്പം ദൃശ്യാനുഭവമാക്കി അവതരിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ഇത് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പൊ നമ്മുടെ സിലബസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഇതിനകത്ത് കവിത കുറിച്ച് പഠിക്കാനുണ്ട്. നമുക്ക് മലയാള കവിതയുടെ ചരിത്രമൊക്കെ ചെറുതായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് പരാമർശിച്ച് അറിയുന്ന ആളുകൾക്ക് മാത്രമേ അതിനൊരു ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ കാവികയിലെ ശ്ലോകം, കവിയരങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ ചൊല്ലുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ചൊൽക്കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചും കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കവിയെ കുറിച്ച് പറയുന്ന സമയത്താണ് ഈ കവിതയെ ദൃശ്യാനുഭവമാക്കി അതിനൊരു ചൊൽക്കാഴ്ചയായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു കണക്കിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്ഷൻ വായിച്ചിട്ട് അതിലേക്ക് എത്താൻ ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിത ചൊല്ലുക എന്നുള്ളതാണ്. കാഴ്ച എന്ന് പറയാം ദൃശ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന. അപ്പൊ ആ രീതിയിലും ഓപ്ഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചൊൽക്കാഴ്ച എന്താണെന്ന് അറിയാതെ എത്തിച്ചേർന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓപ്ഷൻ ബി എന്നുള്ളതാണ് എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് കവിതയിലെ വരികളാണ് തന്നിട്ടുള്ളത്. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ. വളരെ പ്രശസ്തമായിട്ടുള്ള വരിയാണ്. സഫലമീ യാത്ര എന്ന് പറയുന്ന എൻ കക്കാടിന്റെ കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് ഈ പറയുന്നത്. അപ്പൊ എൻ കക്കാട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ഭാഷാ ക്ലാസ്സിൽ വാക്യതലത്തിലെ എഡിറ്റിംഗിൽ മുഖ്യ പരിഗണന നൽകേണ്ടത് ഇതിനാണ്. വാക്യഘടനയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതിന്, വ്യാകരണ നിയമങ്ങൾ വിശദീകരിച്ച് പഠിപ്പിക്കുന്നതിന്, ശൈലികളും പഴഞ്ചൊല്ലുകളും യഥോചിതം ഉപയോഗപ്പെടുത്തുന്നതിന്, വാക്യഘടനാ മാതൃകകൾ ആവർത്തിച്ചെഴുതി പഠിപ്പിക്കുന്നതിന്. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ഇവിടുത്തെ കൃഷിവല കുടുംബങ്ങളിൽ എന്നും പൊന്നാണയങ്ങൾക്ക് പഞ്ഞമാണ്. ഇവിടെ പൊന്നാണയങ്ങൾ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? അതായത് ഈ പൊന്നാണയങ്ങൾ എന്ന് പറയുന്ന പദത്തെ നമുക്ക് എങ്ങനെയാണ് പൂർണ്ണമായ അർത്ഥത്തിൽ എഴുതാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. പൊന്നുകൊണ്ടുള്ള നാണയം, പൊന്നാകുന്ന നാണയം, പൊന്നും നാണയവും, പൊന്നുപോലെയുള്ള നാണയം. അപ്പൊ ഇത് സമാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പൊന്നുകൊണ്ടുള്ള നാണയം. നെക്സ്റ്റ് തീക്കും ഇനി കുറച്ച് ഫാസ്റ്റ് ആണ് പറയുന്നത്, കാരണം ആൻസേഴ്സ് നോക്കുന്ന ആളുകളായതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്ത, ഓപ്ഷൻസ് ഒന്നും അധികം വിശദീകരിക്കാതെയാണ് പോകുന്നത്. തീക്കും തന്നുള്ളിലെ തോന്നി തുടങ്ങിയതേ തീക്കായ വേണം എനിക്കും ഇന്ന്. ഈ വരികളുടെ സമാന താളത്തിലുള്ള ഈരടി കണ്ടെത്തുക. അപ്പൊ ഇത് നമുക്ക് ഇത് ഗാഥാവൃത്തത്തിലും അല്ലെങ്കിൽ മഞ്ചരി വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്, താരാട്ടുപാട്ടിന്റെ ഈണത്തില്. അപ്പൊ ആ രീതിയിലൊന്നും നമുക്കൊന്ന് പാടി നോക്കാം. തീക്കും തന്നുള്ളിലെ തോന്നി തുടങ്ങിയതാ തീക്കായ വേണമെനിക്കുമിന്ന്. ഇതാണ് ഈണം. അപ്പൊ അതിനോട് യോജിച്ച് നിൽക്കുന്ന വരി എന്ന് പറയുന്നത് ശീതം താഴച്ചോരു ഹേമന്ത കാലവും ആമന്ദം പോനിങ്ങു വന്നീതപ്പോൾ. ഇതാണ് സമാനമായിട്ടുള്ള വരി എന്ന് പറയുന്നത്. അപ്പൊ അത് ചൊല്ലി നോക്കിയ കൃഷ്ണഗാഥയാണ്. അപ്പൊ താരാട്ടുപാട്ടിന് ഈണമൊക്കെ അറിയുന്ന ആൾക്കാർ ചൊല്ലി നോക്കിയിട്ട് അങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് അക്ഷരങ്ങളുടെ എണ്ണം വെച്ചിട്ട് നമുക്ക് വൃത്തം തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ വൃത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ കണ്ടത്. നെക്സ്റ്റ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നാൽ എന്ത്? അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറയുന്ന സമയത്ത് ഭിന്നശേഷിക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിനെയാണ് പറയുന്നത്. ഭിന്നശേഷിക്കാർക്ക് മുഖ്യധാര വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ലോവർ പ്രൈമറി ക്ലാസ്സിൽ ശരീരചലനപരമായ ബുദ്ധിയുടെ വികാസത്തിന് ഏറ്റവും യോജിച്ച പഠനതന്ത്രം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ശരീരചലനം എന്നുള്ള കാര്യം നല്ലോണം ഒന്ന് ഓർത്തു വെക്കണം. നാടകം, ഫീൽഡ് സ്റ്റഡി, പ്രൊജക്ട്, പഴഞ്ചൊൽ പയറ്റ്. അപ്പൊ ബാക്കി മൂന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഓപ്ഷൻ എ ആണ് നാടകം എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി മൂന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ശരീരചലനത്തിന്റെ ഒരു ആവശ്യമില്ല. ബുദ്ധിയുടെ വികാസം ഉണ്ടാവുമായിരിക്കും, പക്ഷെ ശരീരചലനത്തിന്റെ ആവശ്യമില്ല. നാടകത്തിനകത്താണ് ശാരീരിക ചലനത്തിന്റെ ആവശ്യമുള്ളത്. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ചുവടെ നൽകിയവയിൽ ഭാഷാ പഠനത്തിനെ സംബന്ധിച്ച് ആധുനിക കാഴ്ചപ്പാടിന് യോജിക്കുന്ന പ്രസ്താവന ഏത്? ഒറ്റപ്പെട്ട അക്ഷരങ്ങൾ പഠിക്കുന്നത് സങ്കീർണമായ പ്രക്രിയയാണ്. കോപ്പി എഴുത്ത്, പകർത്തിയെഴുത്ത് തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ഭാഷാ നൈപുണ്യങ്ങൾ നേടുന്നതിന് സഹായകമാവുന്നില്ല. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രസ്താവനയും ഭാഷാ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കുട്ടികളിൽ ലേഖന നൈപുണ്യം വളർത്താൻ ഏറ്റവും യോജിച്ച രീതി ഏതാണ്? നിരന്തരം കേട്ടെഴുത്തുകൾ നൽകുക, ലേഖന നൈപുണ്യം എന്നുള്ളതാണ് പറയുന്നത്. ടീച്ചർ വേർഷൻ പകർത്തി എഴുതി പഠിക്കുക, സ്വതന്ത്ര സർഗാത്മക രചനകളിൽ ഏർപ്പെടാൻ അവസരം നൽകുക, പാഠപുസ്തകത്തിലെ രചനാഭാഗങ്ങൾ ആവർത്തിച്ച് എഴുതിക്കുക. അപ്പൊ ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ബ്രെയിനിലെ ന്യൂറോണുകളുടെ വികാസ തകരാർ മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് തലാസീമിയ, മസ്കുലർ ഡിസ്ട്രോഫി, ഓട്ടിസം, ഡ്വാർഫിസം. അപ്പൊ ഓട്ടിസം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എക്കാലവും ഭരിക്കാം എന്നാരും വ്യാമോഹിക്കേണ്ട. ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ വാക്യത്തിൽ കണ്ണിൽ പൊടിയിടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇതും
ഇങ്ങനെ കണ്ണിൽ പൊടിയിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്തെന്ന് ഡയറക്റ്റ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒന്നാണ്. അതിന് ആ ഒരു ചോദ്യത്തിലേക്ക് അത് അറിയാത്ത ഒരാൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹിന്റ് ആയിട്ടാണ് ആ വാക്യം തന്നിട്ടുള്ളത്. അപ്പൊ ആ സന്ദർഭം എന്താണെന്നുള്ളത് ഊഹിച്ചാൽ പോലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. 4 ഓപ്ഷൻസ് ആണ്: വേദനിപ്പിക്കുക, ക്ലേശം വർദ്ധിപ്പിക്കുക, കാഴ്ച നശിപ്പിക്കുക, കബളിപ്പിക്കുക. ഓപ്ഷൻ ഡി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ചുവടെ നൽകിയവയിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി പഠന സാമഗ്രികളിൽ വരുത്തുന്ന അനുരൂപീകരണത്തിന് ഉദാഹരണമായത് ഏത്? റാമ്പുകളും റെയിലുകളും സ്ഥാപിക്കുന്നു, ലാർജ് പ്രിന്റ് ടെക്സ്റ്റുകൾ ലഭ്യമാക്കുന്നു, നൂതനമായ ശ്രവണ സഹായികൾ നൽകുന്നു, പ്രത്യേക ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നു. അപ്പൊ അതിനകത്ത് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ലാർജ് പ്രിന്റ് ടെക്സ്റ്റുകൾ ലഭ്യമാക്കുന്നതോട് കൂടിയിട്ടാണ് അവർക്ക് പഠനത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു പോരായ്മയെ മറികടക്കാൻ വേണ്ടി സാധിക്കുക. അപ്പൊ ഓപ്ഷൻ ബി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡിസ്ലെക്സിയ എന്ന വായനാ വൈകല്യത്തിന്റെ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. 3 ഓപ്ഷൻസ് നൽകുന്നുണ്ട്. ആ 3 ഓപ്ഷൻസും ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ ഓപ്ഷൻ ഡി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ക്വസ്റ്റിന്റെ പാറ്റേണിലൊക്കെ ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റുണ്ടോ? കുറച്ച് ഈ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അധികം വരാറില്ല കാറ്റഗറി 1 ജനറൽ പേപ്പറിനകത്ത്. ഇപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചുവടെ പിരിച്ചെഴുതിയവയിൽ തെറ്റായത് ഏത്? വാഗ്വാദം, വാക് പ്ലസ് വാദം, സദാചാരം, സത് പ്ലസ് ആചാരം, 800, n+100, നെന്മണി, നെൽ+മണി. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ സി എന്നുള്ളതാണ് തെറ്റ്. കാരണം 800 എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതുക n+100 എന്നാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രൈമറി ക്ലാസ്സിൽ കവിതയുടെ ആശയഗ്രഹണത്തിൽ പ്രയാസം നേരിടുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് ഏറ്റവും യോജിച്ച രീതി ഏതാണ്? ഓപ്ഷൻ എ, കുട്ടികൾക്ക് അധ്യാപിക ആശയം വിശദീകരിച്ചു കൊടുക്കുന്നു, കുട്ടികളോട് ടീച്ചർ വേർഷൻ വായിച്ചു പഠിക്കാൻ നിർദ്ദേശിക്കുന്നു, അവർക്ക് ആശയ വിശകലനത്തിന് ഉതകുന്ന ലഘു ചോദ്യങ്ങൾ നൽകുന്നു, പരിമിതിയുള്ള കുട്ടികളെ പ്രസ്തുത പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം അധ്യാപിക അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിനെ പൊതുവെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി എന്നുള്ള ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഏകദേശം കൺഫ്യൂസിംഗ് ആണ്. കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളതിലാണ് ഓപ്ഷൻ സി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ചുവടെ നൽകിയവയിൽ ശരിയായ വാക്യം ഏത്? അപ്പൊ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. വസ്ത്രങ്ങൾക്ക് അഴുക്ക് കളയാനും അവയ്ക്ക് ഈട് നൽകുന്നതുമായ അലക്കുപൊടിയാണിത്. ആ സെന്റൻസിൽ ഒരു പ്രശ്നമുണ്ട്. വസ്ത്രങ്ങൾക്ക് അഴുക്ക് കളയാനും ഈട് നൽകുന്നതിനുമുള്ള അലക്കുപൊടിയാണ് ഇത് എന്നൊക്കെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ആ സെന്റൻസിനകത്ത് പല പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കാണാം. അടുത്തത്, ഗ്രാമസഭയിലെ ചർച്ചാ വിഷയം പദ്ധതികളും ജനപങ്കാളിത്തവും എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിലും ഒരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. ഗ്രാമസഭയിലെ ചർച്ചാ വിഷയം പദ്ധതികളും ജനപങ്കാളിത്തവും എന്നാണ് നമ്മളത് എഴുതേണ്ടത്. അപ്പൊ എന്നതിനെ കുറിച്ചാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ശാസ്ത്രീയ വീക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് പല ദുരാചാരങ്ങളും ഇന്നും തുടരാൻ കാരണം. ഇതിന് പ്രശ്നമൊന്നുമില്ല. അടുത്തതിൽ ഒരു വസ്തുവിന്റെ എന്നുള്ളത് ഉപയോഗിക്കുന്നത് വസ്തുവിന്റെ ബാഹ്യരൂപത്തിൽ ഭ്രമിച്ച് അതിന്റെ മൂല്യനിർണ്ണയം ചെയ്യുന്നത് അപകടകരമാണ്. അപ്പൊ ഒരു എന്ന് പറയുന്ന ആ ഒരു പദം അതിനകത്ത് ഒഴിവാക്കണം. അപ്പൊ ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമായ പദം ഏത്? അപ്പൊ പ്രയോജക ക്രിയ, കേവലക്രിയ, അത് നമ്മളുടെ വ്യത്യാസം എന്താന്ന് പറഞ്ഞു. കേവലക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതിനെയാണ് കേവലക്രിയ എന്ന് പറയുന്നത്. പ്രയോജക്രിയ എന്ന് പറയുന്നത് മറ്റൊരാളുടെ നിർബന്ധ പ്രകാരം അല്ലെങ്കിൽ മറ്റൊരാളുടെ നിർബന്ധപ്രകാരം എന്നല്ല, പ്രേരണ മൂലം ചെയ്യുന്ന ക്രിയയാണ് പ്രയോജക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഓടിക്കുന്നു എന്ന് പറയുന്നത് സ്വന്തം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, നേരെ മറിച്ച് മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഓപ്ഷൻ ബി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, 2021 വയലാർ അവാർഡ് ലഭിച്ച മാന്തളരിയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതി ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ബെന്യാമിന്റെയാണ്. നോവൽ എന്ന വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ കുറുങ്കവിതകളുടെ രൂപത്തിൽ ആവിഷ്കരിച്ച മഹാഭാരതം വ്യാസന്റെ സസ്യശാല എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ ഡി, കൂരിപ്പുഴ ശ്രീകുമാറാണ്. അപ്പൊ നമുക്കിതിനകത്ത് 1-2 ചോദ്യങ്ങൾ മാത്രമാണ് പഠിച്ച ഭാഗത്തൊന്നും വരാത്തതായിട്ട് തോന്നിയിട്ടുള്ളത്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതായി തോന്നിയത്. ബാക്കിയുള്ളതൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു പരിധി വരെയൊക്കെ ചെയ്ത് പരിചയിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പോലും ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുന്ന തന്നെ ആയിരുന്നു. വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്.